എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടു റോഡിൽ ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ എറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫ്ളാറ്റിലുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. എറണാകുളത്ത് പനമ്പള്ളി നഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന പശ്ചാത്തലമുണ്ട്. ആജ്ഞ, എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് കുഞ്ഞിന്റെ മൃതദേഹം ഈ കാണുന്ന റോഡിൽ കണ്ടത്. അതിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അനുസരിച്ചിട്ട് കുഞ്ഞിന്റെ മൃതദേഹം ഫ്ളാറ്റിൽ നിന്നും തൊട്ടടുത്തുള്ള ഈ വാൻഷിക ഫ്ളാറ്റിൽ നിന്നും എടുത്ത് എറിഞ്ഞതായിട്ടാണ് കാണുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ ഫ്ളാറ്റിൽ ആരെങ്കിലും ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നെന്നോ അടുത്ത് പ്രസവം എടുത്തിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നെന്നോ എന്നുള്ള വിവരമൊന്നും ലഭ്യമല്ല. ആശാവർക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ആരെയും അറിയുന്നതായി നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. അവർക്ക് അത്തരത്തിലുള്ള അല്ലെങ്കിൽ അടുത്ത് ഗർഭിണികളായ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സാധ്യത എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഫ്ളാറ്റ് ആ ഭാഗം നമുക്ക് മാധ്യമപ്രവർത്തകർക്കും മറ്റ് പൊതുജനങ്ങൾക്കും കയറാതിരിക്കാൻ പാകത്തിന് സീസ് ചെയ്തിരിക്കുകയാണ്. പോലീസിന്റെ സുരക്ഷാ വലയങ്ങളിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ ശുചീകരണ തൊഴിലാളികളാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരു ദിവസം 1-2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. സർ, രാവിലെ എത്ര മണിയോട് കൂടിയിട്ടാണ് സംഭവം? 8 മണിക്ക് ശേഷമാണ് സംഭവം. വഴിയത്തെ ബൈക്കിന് ആൾക്കാരൊക്കെ കണ്ടത്. അതിനുശേഷം അറിയിച്ചിട്ടാണ് മൂടിയിട്ടതും പോലീസ് വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. സംഭവം ഇതാണ് 8:10 സംഭവം അറിഞ്ഞപ്പോൾ. ആ കുട്ടി 1-2 ദിവസം പ്രായമുള്ള കുഞ്ഞു കുട്ടിയാണ്. ഞാൻ ഇവിടെ കുറച്ചപ്പുറത്ത് വാടക താമസിക്കുന്നത്. അതൊന്നും അറിയില്ല. പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല. അതൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പൊക്കിൾക്കൊടി വീണപ്പോ ഫോട്ടോ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. കണ്ട ഒരാൾ പുള്ളി മാറിക്കളഞ്ഞ്. ശരി, ആ ഫോട്ടോയിൽ കണ്ടപ്പോ അതിൽ പൊക്കിൾക്കൊടി ഉണ്ട്. വീണിട്ട് 2 വീലേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണി. 2 ഫ്ളാറ്റിലും സെക്യൂരിറ്റികൾ അനങ്ങാണ്ട് വെച്ച് പുള്ളി പറഞ്ഞ മതി കേട്ടാ. പുള്ളി മാറിക്കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു വണ്ടി വന്നപ്പോ പേപ്പർ പറഞ്ഞപ്പോ കണ്ടിട്ട് ചവിട്ടി നിർത്തി. അല്ലെ കയറിപ്പോണ്ട് പേപ്പർ ഇട്ട് മൂടി കിടക്കുമായിരുന്നു. പേപ്പർ മാറിപ്പോയത് തന്നെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ വണ്ടികൾ കയറിപ്പോയി എന്ത് നമുക്കത് കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തൊരു ദാരുണമായ ഒരു അന്ത്യം കണ്ടില്ല. നമ്മൾ കേട്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്ര ഒരു ഇതാണ്. ആരാണ് കണ്ടുപിടിക്കുന്നത്? നല്ല ശിക്ഷ കൊടുക്കുന്നതിന് പറ്റിയ പിഴവാണ്. ആരാണെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ജനങ്ങൾ അറിയണമല്ലേ? ഇത്ര ഇപ്പൊ ജനങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇത് വിടരുത്. വേറെ ഒന്നും പറയാനില്ല. ആ പേപ്പർ മാറിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ കാണാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ വണ്ടികൾ അരഞ്ഞരിഞ്ഞു പോകും. സാധാരണ പൊളിറ്റിംഗ് കവറിലല്ല കൊണ്ടുവന്ന് വേസ്റ്റ് കയറുന്ന നടുക്കിടക്കുമ്പോൾ എല്ലാരും കയറ്റി കൊണ്ടുപോകും. പക്ഷെ ഭാഗ്യത്തിന് കണ്ട കാരണം ആ കുഞ്ഞിനെ ഫോട്ടോയെങ്കിലും കാണാൻ പറ്റും കൊച്ചിന്റെ. അല്ല അരഞ്ഞരിഞ്ഞ കൊച്ചു പോയാൽ അത് പിടിക്കണം. നമുക്കൊരു മനസാക്ഷി ഞെട്ടണ ഒരു സംഭവല്ലേ? കണ്ടിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രക്ക് ഒരു ഭീകരമായിട്ട് പ്രഗ്നന്റ് ലേഡീസ് ഇല്ലെന്നാ പറയുന്നത്. വീട്ടുകാർ അവർക്ക് അവിടുത്തെ ഫ്രണ്ട്സാണ്. അവര് പറഞ്ഞു അവിടെ പ്രഗ്നന്റ് ലേഡീസ് ആരും ഇല്ലാന്ന്. അപ്പൊ അവർക്കറിയില്ല. ഒന്നിലാരും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അകത്തൊക്കെ ഡെലിവറി നടന്നിട്ടില്ല എന്നൊരു പറയും. രഞ്ജിത്ത, ഇതാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മളോട് പറയാനുണ്ടാകുന്ന ഒരു സാഹചര്യം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂചന കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒഴിഞ്ഞ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണോ ഇപ്പൊ അന്വേഷിക്കുന്നത്? ഒരു ഫ്ളാറ്റ് ഒഴിഞ്ഞ നിലയിലുണ്ടെന്ന്. അതെ, അല്ല, അവിടെ ഒരു ഫ്ളാറ്റിനുള്ള അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു ക്ലൂ വരുന്ന പ്രതീക്ഷിക്കുന്നു. അവിടെ നിലവിൽ ആളുണ്ടോ ഇപ്പൊ? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് ക്ലൂ ആവും. അത് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ.